ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ വണ്ടർഫുൾ ഡേ ആണ്, ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ സുന്ദരി ഇന്നൊരു പുത്തൻ ഡ്രസ്സൊക്കെയാണ് ഇട്ട് നിൽക്കുന്നത്. ഇത് ശംശേട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. 2 ചെരുപ്പ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ ഫേവറേറ്റ് ചെരുപ്പാണിത്. ഞങ്ങൾ ഫസ്റ്റ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത്. ഞങ്ങൾ 3 പേരുണ്ടാണ് രാവിലെ പോയത്. മോൾക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു, മൂക്കൊലിപ്പുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളങ്ങ് കൊണ്ടുപോയി, കുളിപ്പിച്ച് സുന്ദരിയാക്കി ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റൊന്നും വെച്ചില്ല, കാരണം കുറച്ച് ദൂരമേ ഉള്ളത് കാരണം. കുഞ്ഞിന് ചോറൂണിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇന്നാണ് ഞങ്ങൾ പിന്നീട് കണ്ടിയൂർ അമ്പലത്തിൽ പോകുന്നത്. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടിയൂർ മഹാദേവനെ. ഭയങ്കര പീസ്ഫുള്ളാണ് അവിടെ. ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കയറുകയാണ്. ഫ്രണ്ടിൽ കൂടെ അല്ല കയറിയത്. ഇപ്പോഴാണ് ഞങ്ങൾ ഒരാളെ കണ്ടത്. ഇങ്ങനെ ആടി ആടി ഫുഡൊക്കെ കഴിക്കുകയാണ്. മോളെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ രസിച്ച് നിൽക്കുകയാണ് അവിടെ. സമയം ഇപ്പോൾ ഒരു 9 മണിയോളം ആയിട്ടുണ്ടാവും. ഞങ്ങൾ ഇച്ചിരി താമസിച്ചായിരുന്നു. അപ്പോഴാണ് ശംശേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ അകത്തേക്ക് കയറി. ഞങ്ങളവിടെ ചീട്ടെഴുതിപ്പിക്കുകയായിരുന്നു. അപ്പം നാളെ, അതായത് എൻ്റെ ബർത്ത്ഡേ ഇന്നാണെങ്കിൽ നാളെ നിറപുത്തിരിയാണ്. അപ്പം അന്ന് രാവിലെ അമ്പലം 8 മണി വരെ എന്തോ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പായസം എല്ലാം ഇന്ന് തന്നെ കഴിപ്പിച്ചു. നാളെ എൻ്റെ നാളാണ്, അപ്പോൾ അതുകൊണ്ട് അന്നത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ എല്ലാം ചെയ്തു. നാളത്തേക്ക് എഴുതിച്ചു. കുറച്ച് കാര്യങ്ങൾ മാത്രം നാളത്തേക്ക് എഴുതിച്ചു. ഇച്ചിരി വെയിലുണ്ടായിരുന്നു. മോൾക്ക് പനിയായത് കാരണം ഞാൻ വേഗം ഓടി ഇങ്ങി പോകുന്നതാണ്. ഞങ്ങൾ തൊഴുതിറങ്ങി. പെട്ടെന്നല്ല, അത്യാവശ്യം സമയമൊക്കെ എടുത്ത് ഞങ്ങൾ പയ്യെ തൊഴുതിറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് ചിട്ടുകുളങ്ങര അമ്മയുടെ, തമ്പുരാട്ടി അമ്മയുടെ അടുത്തേക്കായിരുന്നു. കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം കുഞ്ഞിന് പനിയായത് കാരണം കുറച്ച് പുള്ളിക്കാരി അങ്ങ് ഡള്ളായി. അപ്പം കുഞ്ഞിനെ വീട്ടിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വന്നത്. അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമല്ലോ. അമ്മയുടെ അടുത്ത് വഴിപാട് കഴിച്ചു. മനസ്സ് ഭയങ്കര സമാധാനമായി, സന്തോഷമായി. പിന്നെ തിരിച്ച് ഞങ്ങൾ ചിട്ടുകുളങ്ങര അമ്പലവും വീടിന് അടുത്ത് തന്നെയാണ്. കണ്ടിയൂർ മഹാദേവനും ചിട്ടുകുളങ്ങര അമ്മയും ശംഭുചേട്ടൻ്റെ വീടിന് തൊട്ടടുത്തായിട്ടാണ്. അധികം ദൂരമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് യാത്ര അത്രയും ഇല്ല, അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. 2 ആളെയും കാണാനും എപ്പോൾ വേണേലും പോകാം. അടുത്തൊരുപാട് അമ്പലങ്ങളുണ്ട്. ഞങ്ങളെ കാത്തിരുന്ന് അമ്മൂമ്മയും കൊച്ചുമോളും മുഷിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതെനിക്ക് ഷൈന ചേച്ചി, എൻ്റെ വൺ ഓഫ് മൈ ഡിയർ നാത്തൂൻ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. എനിക്ക് പുത്തനുടുപ്പൊന്നും നേരത്തെ വാങ്ങിയില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരി എനിക്ക് വാങ്ങിയിട്ട് വന്നതാണ്. എൻ്റെ കുഞ്ഞിപ്രാണി ഉറക്കമാണ്. ആ സമയത്ത് ചേച്ചി വന്നപ്പം എനിക്ക് ഉച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് സദ്യയാണ് കഴിച്ചത് ഗൈസ്. എൻ്റെ അമ്മയാണ്, ശംശേട്ടൻ്റെ അമ്മയാണ്, എൻ്റെയും അമ്മയാണ്, ഗീതമ്മയാണ് ഇതെല്ലാ കറികളും ഉണ്ടാക്കി തന്നത്. ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, എല്ലാം അമ്മയാണ്. എല്ലാം പ്രിപ്പറേഷൻസ് എല്ലാം അമ്മയാണ് ചെയ്ത് തന്നത്. ബട്ട് ആ സമയത്ത് ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടിയും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. ഞാൻ തന്നെ എൻ്റെ സദ്യ പോയി കഴിക്കുകയാണ് ചെയ്തത്. അമ്മയും ഇപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സദ്യ ഇലയിട്ട് വിളമ്പി കഴിച്ചു ഗൈസ്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് പരിപ്പ് കറിയും കൂട്ടി ഞാൻ ഉരുട്ടി നന്നായിട്ട് എൻ്റെ ബർത്ത്ഡേ സദ്യ കഴിച്ചു. പുത്തനുടുപ്പിട്ട് തന്നെയാണ് ഞാൻ സദ്യ കഴിച്ചത്. ഐ എം ഹാപ്പി.
അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ കുട്ടിക്ക് പനിയായത് കാരണം കുട്ടീനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുകയാണ്. സ്ഥിരമായിട്ട് കാണിക്കുന്ന അരുൺ ഡോക്ടറിനെയാണ് കാണിക്കാൻ കൊണ്ടുപോയത്. കഴിഞ്ഞ വർഷവും ഇതേ സമയം എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം കുഞ്ഞിന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ വല്ലാതെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷവും കുഞ്ഞിന് പനിയായിട്ട് എൻ്റെ പനി തന്നെയാണ് കുഞ്ഞിന് പിടിച്ചതും. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കുഞ്ഞിന് പനി വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഡോക്ടർ മരുന്ന് തന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. മൂക്കിൽ നിന്ന് ഇതുപോലെ ഒലിച്ചിറങ്ങുന്ന കാരണമാണ് പോയത്. കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ശംഭുചേട്ടൻ കാർ ഓടിച്ച് പോയതിൻ്റെ ക്ഷീണത്തിൽ റീൽസും അതും ഇതുമെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറഞ്ഞേ? പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചത് കാരണം എനിക്ക് തിരിച്ച് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. 4 മണിയായപ്പോൾ ഓഫീസിലെത്തി. തിരിച്ച് അവൾ ഇച്ചിരി ശയ്യാണ്. പോകാൻ നേരം ഞങ്ങൾ ചായ കുടിക്കുക. അവൾ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അവൾക്ക് ചായ വേണം, കടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ചായക്കടയിൽ കയറി. നല്ല അടിപൊളി ഏത്തയ്ക്കാപ്പമായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ്, ചിറ്റിലങ്കര അടുത്ത് തന്നെയാണ് ഏത്തയ്ക്കാപ്പവും. ഞാൻ 2 ഏത്തയ്ക്കാപ്പവും അവിടെ ഒരു വടയും ഒരു ഏത്തയ്ക്കാപ്പവും കഴിച്ചു. നല്ല ചായയായിരുന്നു, നല്ല ചൂടുള്ള വടയും. വടയ്ക്ക് വലിയ ചൂടില്ലായിരുന്നു, ഏത്തയ്ക്കാപ്പത്തിനും ചായയ്ക്കും നല്ല ചൂടുണ്ടായിരുന്നു. സൂപ്പർ ഏത്തയ്ക്കാപ്പമായിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് വീണ്ടും പോകാനായിട്ട് ഒരുങ്ങുകയാണ്. കുഞ്ഞാപ്പിയെ കൊണ്ടുവന്നില്ല, അവിടെ നല്ല ഉറക്കത്തിലാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ 2 പേരും മാത്രമാണ് വീണ്ടും പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ രാത്രി ഒരു 7 മണിയായപ്പോഴത്തേനും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പോയി. അവിടെ നവഗ്രഹ പൂജയ്ക്കാണ് മെയിനായിട്ട് പോകാൻ ഒരുങ്ങിയത്. പക്ഷേ നാളെ പൊൻകതിരായത് കാരണം 7 മണിയാകുമ്പം അമ്പലം അടയ്ക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാൽപ്പായസവും ഗണപതി ഹോമവും മറ്റും കഴിച്ച് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അവിടെ കർക്കിടകക്കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല. അപ്പത്തേനും വീട്ടിൽ അപ്പയും അമ്മയും വന്ന കാരണം ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി. സോ അപ്പയും അമ്മയും വന്ന് കുഞ്ഞുമായിട്ട് ഭയങ്കര കളിയാണ്. പരസ്യമല്ലേ എങ്ങനെ കാണുന്നത് കേറുന്നത്? ഇവിടെ പോണം. അതിനും കേട്ടു. അതെടുത്ത് മാറ്റി മാറ്റി അല്ല ഇതുപോലെ കുഞ്ഞിനെ അന്നും തന്നെ അത്ര ആളുള്ള കുഞ്ഞങ്ങനെ പിന്നെ അന്ന് അതിന് ചിരിക്കേണ്ടതാണ്. എടുക്കാൻ ഇപ്പം കൈകൊണ്ട് വരും, കുഞ്ഞിനെ മുറിക്കാൻ പറ്റും. കേക്കെല്ലാം കട്ട് ചെയ്ത് ഫുഡും കഴിച്ച് പപ്പയും അമ്മയും വീട്ടിലേക്ക് പോയി. ഞങ്ങൾ കിടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.